ഏപ്രിൽ 8 തിങ്കളാഴ്ച. ലൂക്ക 1:26 മുതൽ 38 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തിരുനാൾ മാർച്ച് 25 ആഘോഷിക്കുന്നത്. ഈ വർഷം മാർച്ച് 25 വിശുദ്ധവാരമായതിനാൽ ഈ തിരുനാൾ ഇന്നത്തേക്ക് മാറ്റിയതാണ്. മറിയത്തിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കഥയും മറിയത്തോട് പ്രഖ്യാപിച്ച സന്ദേശവും മറിയത്തിൻ്റെ പ്രതികരണവും നമുക്കെല്ലാവർക്കും അറിയാം. ആഴമായ വിശ്വാസമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു മറിയം. മാലാഖയോടുള്ള അവളുടെ പെട്ടെന്നുള്ള പ്രതികരണം അത് വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ഒരു മനുഷ്യ സ്ത്രീയായിരുന്നതിനാൽ മാലാഖയുടെ പ്രഖ്യാപനം അവൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പവും ഞെട്ടലും അനിശ്ചിതത്വവും എല്ലാം ഉണ്ടായിരിക്കണം. മറിയം ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചവളായിരുന്നു. ആശയക്കുഴപ്പത്തിലായിരുന്നെങ്കിലും അല്ലെങ്കിൽ പരിഭ്രാന്തിയിലായിരുന്നെങ്കിലും തുറന്ന മനസ്സോടെ ദൈവത്തോടും ദൈവത്തിൻ്റെ വിളിയോടും മറിയം പ്രത്യുത്തരിച്ചു. ഇത് തനിക്കും തൻ്റെ ജീവിതത്തിനും അതുപോലെ ജോസഫുമായുള്ള ബന്ധത്തിനും ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാക്കാമെന്ന് മറിയം ചിന്തിച്ചിരിക്കണം. എങ്ങനെയാണ് ഇത് തൻ്റെ മാതാപിതാക്കളെ അറിയിക്കുക? എന്തെല്ലാമായിരിക്കും ഇതിൻ്റെ അനന്തര ഫലങ്ങൾ? എന്നിട്ടും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം സമർപ്പിച്ച് മുന്നോട്ട് പോയി. അവൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് അവൾ സ്വതന്ത്രമായും പൂർണ്ണ മനസ്സോടെയും സമ്മതം നൽകി. മംഗളവാർത്ത സ്വീകരിച്ച ആ നിമിഷം മുതൽ ലോകത്തിൻ്റെ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിച്ചു. തീർച്ചയായും ഒരു കൗമാരക്കാരിയുടെ ആ ചെറിയ പ്രവൃത്തി ലോകത്തിലെ എല്ലാ ജനതകളിലും വലിയ സ്വാധീനം ചെലുത്തി. ദൈവത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ദൂതൻ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല. ദൂതൻ വന്നാലും ഇല്ലെങ്കിലും നമ്മളും ക്രിസ്തുവാഹകർ ആകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ വിളിയോട് നാം എങ്ങനെ പ്രതികരിക്കും? നമ്മെ വിളിക്കുന്ന ദൈവത്തെ നമുക്ക് വിശ്വസിക്കാമോ? ദൈവം നമ്മോട് പല നിഗൂഢമായ വഴികളിലൂടെ സംസാരിക്കുന്നു. ആ മറിയത്തെ പോലെ നമുക്കും അവിടുത്തെ പദ്ധതി മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയട്ടെ. മറിയത്തെ പോലെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഉപകരണമാകാൻ നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാം. ദൈവത്തോട് അതെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനവും അവൻ്റെ രാജ്യം സാക്ഷാത്കരിക്കാനുള്ള നമ്മുടെ സ്വന്തം ലളിതമായ സംഭാവനയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിയിലെ എല്ലാ ആളുകളോടും ദൈവത്തോട് ദൈവം ആവശ്യപ്പെടുന്നതിനോട് അതെ എന്ന് പറഞ്ഞാൽ ശത്രു തീർച്ചയായും പൂർണ്ണമായും ഇല്ലാതാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടുമ്പോൾ മറിയത്തിലേക്ക് തിരിയാം. അവൾ നമ്മോടൊപ്പം യാത്ര ചെയ്യും. നമ്മുടെ ദൈവം തികച്ചും വിശ്വസ്തനായ ഒരു ദൈവമാണെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കും. ഇന്നും എല്ലാ ദിവസവും നമ്മോട് ഒപ്പം യാത്ര ചെയ്യാൻ നമുക്ക് മറിയത്തോട് ആവശ്യപ്പെടാം. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.